ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്റാർട്ടിക്ക. എല്ലാവർക്കും അന്റാർട്ടിക്കയിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിപ്പിൻ്റെ സേഫ് ഡെക്കിലാണ്. കുറേ കാണാൻ സാധിക്കും, എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഫുൾ ഐസ് മലകളാണ്. സോ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി അന്റാർട്ടിക്കയിലേക്ക് സ്വാഗതം. ഇത് ഷിപ്പിൻ്റെ ഓപ്പൺ ഡെക്കാണ്. സോ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഫുള്ള് നല്ല അടിപൊളി വിശ്വാസമാണ്. ഇതാണ് ഐസി ഗ്ലേസിയർ അന്റാർട്ടിക്ക. നമ്മളിപ്പോൾ അന്റാർട്ടിക്കയിലൂടെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും ഫുൾ ഐസ് മല. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഹൈറ്റിലാണ് ആ മല നിൽക്കുന്നത്. ഫുൾ ഐസാണ്. എല്ലാവരും ഓപ്പൺ ഡെക്കിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ അന്റാർട്ടിക്കയിലൂടെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു മല കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഐസ്ബർഗ്. ഫുൾ ഐസ്ബർഗാണ് കാണുന്നത്. അന്റാർട്ടിക്ക. ഈ ഭാഗത്ത് ഫുള്ളും സൈഡിൽ കാണാൻ സാധിക്കും ഫുൾ ഐസിൻ്റെ മലകളാണ്. ഐസ്ബർഗ് വിശ്വസ്. ഇതാണ് ഈ ഷിപ്പിൻ്റെ ടോപ്പ് ഡെക്ക്. എല്ലാ ഗസ്റ്റുകളും വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ആ ഭാഗത്തൊക്കെ ഐസാണ്. ഷിപ്പ് ഇവിടെ നിന്ന് ടേൺ ചെയ്യാണ്. അതിൻ്റെ നടുക്ക് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഐസ് മലയുടെ. ആ ഭാഗത്ത് വ്യൂ കാണാൻ സാധിക്കും ഐസിൻ്റെ മല. പക്ഷെ നമ്മളിതിന്ന് ക്രോസ് ചെയ്തിട്ട് ഇതുവഴി ഔട്ട് ചെയ്യുന്നതാണ് പുറത്തോട്ട് പോകുന്നത്. ആ മൗണ്ടൻ, ഐസി മൗണ്ടൻ. ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും ഐസിൻ്റെ മല. നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുമാതിരി തണുപ്പാണ്. ഫ്രീസി വ്യൂ ആണ് കാണുന്നത്. ഫുൾ ഓഫ് ഐസിൻ്റെ മലകളാണ് കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. Likely informed by the ice climate, but that's where the whalers used to go and stand on top of the peaceful island and look out over the Gilgamesh Strait to identify where the whales were and then direct. ഐസി വേവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡ്, അത് ആഫ്റ്റ് എന്ന് പറയും. ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് ഫോർവേഡാണ്. അങ്ങ് അറ്റത്ത് രണ്ട് ഷിപ്പുകൾ കാണുന്നുണ്ട്. അത് എക്സ്പെഡീഷൻ ഷിപ്പ് എന്ന് പറയും. നമ്മളിപ്പോൾ
ഈ ചാനലിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. നെക്സ്റ്റ് ഐസിൻ്റെ ഫുൾ ഐസ് കാണാൻ സാധിക്കുന്നത്. ഫുൾ ഐസിൻ്റെ മലയാണ് കാണുന്നത്. ഫുള്ള് വൈറ്റ് കളർ, നല്ല രസമാണ് കാണാൻ. ഇതാണ് അന്റാർട്ടിക്ക. ക്രൂസ് ലൈനിൽ വർക്ക് ചെയ്യണവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ചാർജ് എത്രയാണെന്ന്. ഇവർ 20 ദിവസത്തെ ക്രൂസിന് വേണ്ടി ചാർജ് ചെയ്യുന്നത് $20,000. $20,000 ചാർജ് ചെയ്യുന്നത്. അതായത് ചിലി ടു അന്റാർട്ടിക്ക, അന്റാർട്ടിക്ക ടു ബ്രസീൽ. അങ്ങനെയാണ് ഡിസംബാർക്കേഷൻ്റെ ഐറ്റിനറി കൊടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ ഐസ് തൊട്ടടുത്തുകൂടി പോകുന്ന കാണാൻ പറ്റും. അതാണ് ഐസിൻ്റെ മല. ഇതാണ് അന്റാർട്ടിക്ക. ഫുൾ ഓഫ് ഐസ്. ആ മൗണ്ടൻ്റെ ഫുൾ ഐസാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ജാക്കറ്റില്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഐസി വേവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡ്, അത് ആഫ്റ്റ് എന്ന് പറയും. ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് ഫോർവേഡാണ്. അങ്ങറ്റത്ത് 2 ഷിപ്പുകൾ കാണുന്നുണ്ട്. അത് എക്സ്പെഡീഷൻ ഷിപ്പ് എന്ന് പറയും. നമ്മളിപ്പോൾ ഈ ചാനലിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. നെക്സ്റ്റ് ഐസിൻ്റെ ഫുൾ ഐസ് കാണാൻ സാധിക്കുന്നത്. ഫുൾ ഐസിൻ്റെ മലയാണ് കാണുന്നത്. ഫുള്ള് വൈറ്റ് കളർ, നല്ല രസമാണ് കാണാൻ. ഇതാണ് അന്റാർട്ടിക്ക. ക്രൂസ് ലൈനിൽ വർക്ക് ചെയ്യണവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ചാർജ് എത്രയാണെന്ന്. ഇവർ 20 ദിവസത്തെ ക്രൂസിന് വേണ്ടി ചാർജ് ചെയ്യുന്നത് $20,000. $20,000 ചാർജ് ചെയ്യുന്നത്. അതായത് ചിലി ടു അന്റാർട്ടിക്ക, അന്റാർട്ടിക്ക ടു ബ്രസീൽ. അങ്ങനെയാണ് ഡിസംബാർക്കേഷൻ്റെ ഐറ്റിനറി കൊടുത്തേക്കുന്നത്.